വിശ്രമമുറി നവീകരണം ആവശ്യപ്പെട്ട് ടിടിഇമാരുടെ പ്രതിഷേധം. ഒലവക്കോട്, ഷൊർണൂർ, മംഗലാപുരം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനുകളിലെ പ്ലാറ്റ്ഫോമിൽ കിടന്നാണ് പ്രതിഷേധിക്കുന്നത്. നിഖിൽ പ്രമേഷ് പാലക്കാട് നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. നിഖിൽ, എന്തുകൊണ്ടാണ് ജീവനക്കാർ ഇങ്ങനെ ഒരു കിടന്ന് പ്രതിഷേധത്തിലേക്ക് പോകുന്നത്? വേണു, നമുക്കറിയാം ടിടിഇമാർ എന്ന് പറയുമ്പോൾ സ്റ്റേഷൻ ഈ പ്ലാറ്റ്ഫോമുകളിലും അതോടൊപ്പം തന്നെ അവരുടെ ജീവിതം പ്രധാനമായും റെയിൽവേ സ്റ്റേഷന് പരിസരത്ത് തന്നെയാണ്. എന്നാൽ അവർക്ക് മതിയായിട്ടുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തി നൽകുന്നില്ല. കോച്ചുകളിൽ യാത്രക്കാരുടെ സുരക്ഷിതത്വവും അവർക്ക് മതിയായിട്ടുള്ള സംവിധാനങ്ങളും ഒക്കെ ഒരുക്കി നൽകുന്ന ടിടിഇമാരുടെ ജീവിതം, പക്ഷെ അവർക്ക് ഈ പ്ലാറ്റ്ഫോമുകളിലേക്ക് എത്തുമ്പോൾ മതിയായിട്ടുള്ള സൗകര്യങ്ങൾ അവർക്ക് ഒരുക്കി നൽകുന്നില്ല എന്നുള്ളതാണ് അവരുടെ പരാതി. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ വിശ്രമ മുറി നവീകരണം നടപ്പാക്കാത്തതിൽ പ്രതിഷേധിച്ച് ടിടിഇമാർ പ്രതിഷേധത്തിന് ഇറങ്ങുന്നത്. ഒലവക്കോട്, ഷൊർണൂർ, മംഗലാപുരം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനുകളിൽ ഒരേ സമയമാണിപ്പോൾ പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുന്നത്. വിശ്രമ മുറികൾ നവീകരിക്കണമെന്ന് റെയിൽവേ ബോർഡ് നിർദ്ദേശമുണ്ടായിട്ടും ഡിവിഷണലുകൾ അത് പാലിക്കുന്നില്ല എന്നുള്ളതാണ് അവരുടെ ആക്ഷേപം. സംയുക്ത ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ഈ പ്രതിഷേധം അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിപ്പോൾ പുരോഗമിക്കുകയുമാണ്. ഇതുമായി ബന്ധപ്പെട്ട ചില പ്രതികരണങ്ങളിലേക്ക് നമുക്ക് പോകാം. ഏത് സാഹചര്യത്തിലാണ് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പ്രതിഷേധത്തിലേക്ക് ഇറങ്ങേണ്ടി വന്നത്? നിരവധി തവണ ഞങ്ങൾ ഇത് അധികാരികളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ തന്നെ സമരങ്ങൾ ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷേ ഇത് ഒരു ഭദ്ര കാരണങ്ങളിലാണ് ഇതുവരെയും പതിച്ചുകൊണ്ടിരുന്നത്. തീർച്ചയായിട്ടും ഒരു തൊഴിലാളി ജോലി എടുത്ത് കഴിഞ്ഞ് വരുമ്പോൾ അവർ പലപ്പോഴും ടിക്കറ്റ് ചെക്കിംഗ് സ്റ്റാഫിൻ്റെ എന്ന് പറഞ്ഞാൽ അവർ വീട്ടിൽ നിന്ന് വിട്ട് ദൂര സ്ഥലങ്ങളിലാണ് താമസിക്കേണ്ടി വരുന്നത്. അത് തന്നെ ഈ റെസ്റ്റ് റൂമുകളിലാണ് താമസിക്കുന്നത്. അപ്പോൾ അവിടെ അവർക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണുള്ളത്. കാരണം അത്രയും ചൂടാണ്. അത് കുറയ്ക്കാൻ വേണ്ടിയുള്ള സൗകര്യങ്ങൾ ചെയ്യണം എന്നാണ് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ലോക്കോ റണ്ണിംഗ് സ്റ്റാഫിൻ്റെ റെസ്റ്റ് റൂമുകൾക്ക് തുല്യമായ സൗകര്യങ്ങൾ, അതായത് സബ്സിഡൈസ്ഡ് ക്യാൻറ്റീൻ, അതുപോലെ റെസ്റ്റ് റൂമുകൾ ഉള്ളതിൻ്റെ അവസ്ഥ വളരെ മോശമാണ്. ഈവൻ ബാത്റൂമുകളടക്കം മോശമാണ്. വേണ്ട രീതിയിലുള്ള മെയിൻ്റനൻസ് ഇല്ല. പിന്നെ ഇത് മിക്ക സ്റ്റേഷനിലും ഇത് അപ്സ്റ്റേഴ്സിലാണ് ഈ ബിൽഡിംഗ് ഉള്ളത്. അതിൻ്റെ ഫലമായിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരിട്ട് സൂര്യൻ്റെ ചൂടേൽക്കുന്ന ഒരു അവസ്ഥയുള്ളത്. വനിതാ ടിടിഇമാർ അടക്കമുണ്ട്. നമുക്ക് അവരുടെ ഒരു പ്രതികരണത്തിലേക്ക് കൂടി പോകാം. ഇപ്പോൾ വനിതകൾക്കാണല്ലോ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാകുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരു നിലവിലത്തെ സാഹചര്യം എങ്ങനെയാണ്? ഞങ്ങൾ തിരുവനന്തപുരം ഡിവിഷനാണ്. ഞങ്ങൾക്കുള്ള വണ്ടി വെച്ചാൽ മിക്കവാറും എല്ലാ ദിവസങ്ങളും 3 ഡേ റോസ്റ്റർ, അതായത് ഇന്ന് വന്നാൽ ഫുൾ ഡേ പാലക്കാട് കിടക്കണം. അപ്പോൾ ഇവിടെ കുടിവെള്ളം അറ്റ്ലീസ്റ്റ് ഒരു മെയിൻ സോഴ്സ് അല്ലേ, കുടിവെള്ളം പോലും ഞങ്ങളുടെ റെസ്റ്റ് റൂമിലില്ല. പിന്നെ കുറേ നാൾ ഞങ്ങൾക്ക് AC വേണ്ടി ഞങ്ങൾ ബാധിച്ചപ്പോൾ ഞങ്ങൾക്ക് എവിടെ കണ്ടുള്ള പഴയ ഒരു AC ആണ് തന്നിരുന്നത്. അതിപ്പോൾ ചെറുതായിട്ട് വർക്കിംഗ് ഉണ്ട്. അപ്പം ഇതേ സ്ഥിതിയാണ് ഷൊർണൂർ 4 ബെഡ് എടുത്ത ഒരു റൂമിൽ 6 ബെഡ് ഇട്ട് തന്നു. എന്നിട്ട് ഫാനില്ല. അപ്പം അതിന് പ്രതിഷേധിച്ചപ്പോൾ പിന്നെ ഒരു സീലിംഗ് ഫാൻ കൊണ്ടുവച്ച് അവിടെയും ഗതി ഇത് തന്നെ. അവിടെ ഒരു തൊഴുത്ത് പോലെയാണ് ഞങ്ങളുടെ റൂം കിടക്കുന്നത്. കാണുമ്പോൾ വലിയ സൂട്ടും കോട്ടും ഇട്ടാണ് നമ്മൾ വർക്ക് ചെയ്യുമെങ്കിലും വരുമ്പോൾ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ പോലും പറ്റാത്ത സാഹചര്യമാണ്. ഇപ്പോഴത്തെ കണ്ടീഷനിൽ ലേഡീസ് കൂടിയ സാഹചര്യത്തിൽ അതനുസരിച്ച് ഒരു റെസ്റ്റ് റൂം ഞങ്ങൾക്ക് തരുന്നില്ല. പറയുമ്പോൾ നിങ്ങൾക്ക് നാളെ ശരിയാക്കി തരാം, അല്ലെങ്കിൽ അടുത്ത വർഷം ശരിയാക്കി തരാം എന്ന് പറഞ്ഞ് വീട്ടിൽ കൊണ്ടുപോകുന്നതല്ല. ഞങ്ങൾക്കെതിരെ ഒരു കംപ്ലൈന്റ് വന്നാൽ റെയിൽ മദത് അപ്പം തന്നെ ഞങ്ങൾക്ക് ആക്ഷൻ എടുക്കുന്നതാണ്. പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. വേണു, ഈ മെയ് ദിനത്തിൽ തന്നെ, ഈ തൊഴിലാളി ദിനത്തിൽ തന്നെ അവർ പ്രതിഷേധവുമായി രംഗത്തെത്താനുള്ള കാരണവും അത് തന്നെയാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണിത്. കാരണം ടിടിഇമാർ എന്ന് പറയുമ്പോൾ നമ്മൾ കാണുന്നത് വലിയ വസ്ത്രങ്ങളൊക്കെ ഇട്ട് ഈ കമ്പാർട്ട്മെന്റുകളിലൂടെ യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കി പോകുന്ന ആളുകൾ. പക്ഷേ എന്നാൽ അവർക്ക് സുരക്ഷയുമില്ല, അവർക്ക് മതിയായ സൗകര്യങ്ങളുമില്ല. ആ പശ്ചാത്തലത്തിലാണ് ഒരു പരസ്യ പ്രതിഷേധത്തിലേക്ക് എത്തേണ്ടുന്ന സാഹചര്യം അവർക്കുണ്ടായത്. ശരി, വിശ്രമമുറി നവീകരണം ആവശ്യപ്പെട്ട് ടിടിഇമാർ സമരത്തിൽ. നിഖിൽ പ്രമേഷാണ് പാലക്കാട് നിന്ന് വിവരങ്ങൾ നൽകിയത്.